മാർക്കോനെ പറ്റി പറയാതെ മുന്നോട്ട് പോകാനേ പറ്റില്ല. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല മാർക്കുകൾ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തിലും പ്രോസറ്റിംഗ് അത് നമുക്ക് സിംഗിളായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഒരു ഹാൻഡും ഈ പറഞ്ഞ പോലെ കൈയും അതൊക്കെ നമ്മുടെ ടീമിൽ തന്നെ മേക്കപ്പിൽ തന്നെ നമ്മൾ അസിസ്റ്റൻസ് തന്നെ ചെയ്യാനുള്ള കാര്യമുള്ളൂ. പക്ഷേ മാർക്കെ സംബന്ധിച്ച് അത് ഒത്തിരി ഇത് തന്നെ പ്രോസറ്റിംഗ് മേക്കപ്പ് തന്നെ ഒരു ഏരിയ തന്നെ ഉണ്ട്. കാണുന്നവർ പലരും എന്നെ വിളിച്ച് പറയാൻ ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. VFX ആണോ ഇത് മേക്കപ്പ് ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരെ ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അത് കൂടുതലും VFXന് സഹായം ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ അത്രയും ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് വർക്കിന്. അല്ലല്ല, അതൊക്കെ നമ്മൾ ചെയ്തതാണ്. അത് കോഴിക്കോട് നിന്ന് ഒരു സുഹൃത്തുണ്ട്, അവരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തതാണ്. കളക്ട് ചെയ്ത ശേഷം എൻ്റെ റൂമിൽ തന്നെ അതിന് ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വളർത്തുകയാണ്. കാരണം ഇത് ഷൂട്ട് ചെയ്യുന്നതിനും 2 ദിവസം മുമ്പേ തന്നെ ഇതിൻ്റെ ട്രെയിനിങ് ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടാണ് നമ്മളിത് കൊണ്ട് ബോഡിയിൽ ഇടുന്നത്. ഡീറ്റെയിൽ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് സെൻസറിൻ്റെ ഭാഗമായിട്ട് കുറേ കട്ടായിപ്പോയി. കാരണം അത്രയും ഭയങ്കര ഭീകര അവസ്ഥയായിരുന്നു നമ്മളതിൽ ആ ബോഡിയിൽ കാണിച്ചത്. ഒരുപാട് സാധനങ്ങൾ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് പോയി. അപ്പൊ സെയിം വിഷമം തന്നെയാണോ നിങ്ങൾക്ക്? വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഈ മാർക്കോ ഫസ്റ്റ് കാണുന്നത് ദുബായിലാണ്. ഞാൻ ശരിക്കും കയറി എനിക്ക് എന്തൊക്കെ ഭാഗം കട്ടായി പോയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടെയാണ്. പക്ഷെ കണ്ടപ്പോൾ മനസ്സിലായി ഒത്തിരി ഭാഗം കട്ടായി പോയിട്ട് പോലും ഈ ആൾക്കാർക്ക് അത്രയും തീവ്രത ഉണ്ടെങ്കിൽ അപ്പോൾ അത് ഫുള്ള് കാണിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ തിയേറ്ററിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹലോ എവ്രിവൺ, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് സുധി സുരേന്ദ്രനാണ്. ഹലോ. സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങള്? നല്ല വിശേഷമാണ്. ഇപ്പൊ ഷൂട്ടിന്റെ തിരക്കിലാണോ? അതെ, ഞാൻ കോഴിക്കോട് ഒരു ഷൂട്ടിന്റെ തിരക്കിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അതിന്റെ തിരക്കിലാണ് ഇങ്ങോട്ട് വന്നത്. കുറച്ച് സമയം നമ്മുടെ കൂടെ നിൽക്കാം. ഓക്കെ. ഈ മേക്കപ്പിന് ഇഷ്ടമുള്ള ആൾക്കാർ നിങ്ങൾ പുറത്തു പോകുമ്പോൾ ഇതുപോലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകുന്ന ആളല്ലേ? ഒന്നും കാണുന്നില്ല. ചെയ്യാറില്ല. നമുക്ക് ചെയ്ത് കൊടുക്കുന്നതിലാണ് സന്തോഷം. ഓക്കെ. നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം വാഴയാണ്. വാഴയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വാഴ ശരിക്കും വാഴ 1 ഞാനാണ് ചെയ്തത്. വാഴ 2 ഞാൻ അതിനാണ്. അവരുടെ ഒരു എന്താ പറയുക, അവരുടെ എല്ലാവർക്കും ആ ഒരു ജോണിൽ വരുന്ന എല്ലാവർക്കും ഞാൻ തന്നെയാണ് അവർ ചെയ്യുന്നത്. വാഴ 2 എനിക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വാഴ 1ൻ്റെ അതേ ടീമിൻ്റെ കൂടെ പിന്നെയും തുടർന്ന് വാഴ 2ലേക്ക് വന്നപ്പോഴത്തേക്കും ആർട്ടിസ്റ്റുകൾ കുറച്ച് ചേഞ്ച് ആയെന്നേ ഉള്ളൂ. ടീമും എല്ലാവരും സെയിം ആൾക്കാരായിരുന്നു. അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വാഴ 2. റിയലിസ്റ്റിക് ആയിട്ടുള്ള അതല്ലേ? അതെ അതെ. വാഴ 2 വരുന്ന ഈ പറഞ്ഞ പോലെ സ്കൂൾ കാലഘട്ടം, ഈ ഹാഷിറിൻ്റെ ഒരു സ്കൂൾ കാലഘട്ടം തൊട്ട് പിന്നെ അവർ വരുന്ന ടീനേജ് വരെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തു. കാരണം ഓരോ കാലഘട്ടങ്ങൾ ഇയർ മാറുന്നതിനനുസരിച്ച് ഇവരുടെ ഗെറ്റപ്പ് മാറുന്നുണ്ട്. അത് ഭയങ്കര ലൈവായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് ഒരുപാട് പേര് തന്നെ കണ്ട് ഒരുപാട് അഭിപ്രായങ്ങളും ഈ പറഞ്ഞ പോലെ ഫോണിൽ കൂടെ വിളിച്ച് ഒത്തിരി പേര് പറഞ്ഞു. കാരണം അവരെ കറക്റ്റ് ചേഞ്ചസ് കാണിക്കാൻ പറ്റി. അവരുടെ സ്കൂളിലും ഈ പറഞ്ഞ പോലെ കോളേജും ഈ പറഞ്ഞ പോലെ പുറത്തു പോകുന്നതും എല്ലാം അവർ നല്ലൊരു കിട്ടി. അതുപോലെ തന്നെ അച്ഛനായിട്ട് അഭിനയിച്ച അവരുടെയും അപ്പിയറൻസ് കറക്റ്റ് കൊണ്ടുവരാൻ പറ്റി. ഓക്കെ. ഈ ഏജ് ഇങ്ങനെ ചേഞ്ച് വരുമ്പോഴേ അത് എത്രത്തോളം ഒരു ചലഞ്ച് ഇങ്ങനെ ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളത്? ശരിക്കും അത് കുറച്ച് ടാസ്ക് പരിപാടിയാണ്. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഓർഡർ ഈ അസോസിയേറ്റ് ഡയറക്ടർ ചാർട്ട് ചെയ്യും പോലെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഓർഡർ ചെയ്താൽ മാത്രം നമുക്ക് ചിലപ്പം ചില സീനിൽ ട്രിം ചെയ്ത താടിയായിരിക്കും. അത് പിന്നെ കണ്ടിന്യൂറ്റി കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ അത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം അത് അസോസിയേറ്റ് ഡയറക്ടർ റെജിയും കൂടെ ഒരു സപ്പോർട്ടുണ്ട്. നമുക്ക് ഷഫിൾ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് സ്ക്രീൻ ഷഫിൾ ചെയ്യുമ്പോഴത്തേക്ക് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, ഞങ്ങളൊരു അഭിപ്രായങ്ങളെ കേട്ടിട്ടായിരിക്കും ചാർട്ട് ചെയ്യുന്നത്. കണ്ടിന്യൂ ചെയ്ത് പോണത് ഒരു ടാസ്ക്കാണ്. കാരണം നമ്മൾ സ്കൂളിൽ ചിലപ്പോൾ കുറച്ച് ദിവസം ഷൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കും വേറെ സീൻ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സീൻ നമ്മൾ മാനേജ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ അത് കുറച്ച് കൺട്രോൾ ചെയ്ത് പോയിട്ടുണ്ട്. ഇടയ്ക്ക് അവിടെ ചില മിസ്റ്റേക്ക് പറ്റിയിട്ടുമുണ്ട്. ഈ മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആളുകൾ കമന്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കാറുണ്ട്. കാരണം അത്രയും മൈന്യൂട്ടായിട്ട് അവരത് ശ്രദ്ധിക്കും. നമ്മൾ മൈന്യൂട്ടായിട്ട് എൻ്റെ കൂടെ അസിസ്റ്റൻസും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റൻസും കൺട്രോൾ ചെയ്ത് തന്നെ പോകുന്നത്. എന്നാലും എവിടെയെങ്കിലും ഒക്കെ ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ ശരിക്കും അത് കണ്ടുപിടിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത്രയും സൂക്ഷ്മമായിട്ട് അവരെല്ലാ സിനിമയും നോക്കിയിരിക്കുകയല്ലേ. ഓക്കെ. UK പോയായിരുന്നോ? നമ്മൾ UK അതായത് ജോർജിയ എന്നുള്ള സ്ഥലത്താണ് ഷൂട്ട് ചെയ്തിരുന്നത്. കാരണം കഥ ബേസ് UK ആണല്ലോ. അപ്പോൾ അത് കുറച്ച് കാരണം എല്ലാവർക്കും പോകേണ്ട വിസ പ്രോബ്ലം ഉള്ള കാരണം അതിൻ്റെ അടുത്ത കൺട്രി തന്നെ, യൂറോപ്യൻ കൺട്രി തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കാരണം അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ ജോർജിയ പോകുന്ന ആദ്യ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞങ്ങൾ രാജ്യങ്ങളിൽ പോയി കാണും. കുറച്ച് പണങ്ങളുടെ കുറച്ച് യൂറോപ്യൻ കൺട്രിയിൽ ആദ്യമായിട്ടാണ് ജോർജിയയിൽ പോയത്. പിന്നെ ബാക്കി വിദേശ രാജ്യങ്ങളിലൊക്കെ ഒത്തിരി പോയിട്ടുണ്ട്. കാരണം ഇത് വാഴ 2 ദുബായിലും ഉണ്ടായിരുന്നു ഷൂട്ട്, ഈ പറഞ്ഞ ജോർജിയയിലും ഉണ്ടായിരുന്നു ഷൂട്ട്. കാരണം അത് ദുബായിലൊരു 15 ദിവസം, ബാക്കി അവിടെ ഉണ്ടായിരുന്നു. ഹാഷിറിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് ഭയങ്കര വൈറലായി പോയായിരുന്നു. അവിടെ ചെന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആളുകളുടെ ഒരു ചോദ്യം ഉണ്ടായത്. അത് ചുമ്മാ റാൻഡംലി ഗാലറി കിടന്നിരുന്നായിരുന്നു. അതെ അതെ. അത് കാരണം വെച്ചാൽ ഇവരൊരു 4 പേര് ഒരേ കൂട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ എന്തായാലും 4 പേരെയും നമ്മൾ കൊണ്ടുപോകാന്നുള്ള ഇതിൽ തന്നെയാണ് പ്രൊഡക്ഷൻ സൈഡ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ 4 പേരുമായിട്ട് വന്നു.
പിന്നെ ഹാഷിറിനെ നമ്മളവിടെ എന്താ പറയുക സോങ് കണ്ണൊക്കെ ഒന്ന് രണ്ട് സംഭവം യൂസ് ചെയ്തായിരുന്നു, പക്ഷെ അത് സിനിമയിൽ ലെങ്തിൻ്റെ പ്രശ്നം കാരണം കട്ട് ചെയ്തതാണ്. പിന്നെ ആഷിർ പിന്നെ നമ്മളവിടെ വന്നെങ്കിലും എല്ലാവരും സഹകരിച്ച് വർക്ക് ചെയ്യുന്ന നമ്മളെ ഒറ്റപ്പെട്ട് മാറി നിൽക്കാണ്ട്, ഇപ്പോൾ ഷൂട്ടില്ലെങ്കിൽ നമ്മളെ കൂടെ തന്നെ ഇപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കും, മേക്കപ്പ് അസിസ്റ്റൻ്റ് സമയത്ത് നിൽക്കും, ചിലപ്പോൾ യൂണിറ്റ് നിൽക്കും. അങ്ങനെ എല്ലാവരും ഭയങ്കര എല്ലാ സഹകരണം, റോളും ഏത് റോളും ചെയ്യാം. ഏത് റോളും. കാരണം നമ്മൾ എല്ലാവരും ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഡയറക്ഷൻ സൈഡായിരുന്നാലും ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് ആയിരുന്നാലും എല്ലാവരും ഒരു കൂട്ടായ്മയായിരുന്നു ആ പടം. അല്ല, എല്ലാ സിനിമകളും ടീം വർക്കാന്നറിയാം. എന്നാലും അതെ വാഴ ഇറങ്ങിയ ശേഷം അതിന്റെ ഒരു ടീം അതെ വർക്കിനെ അതെ പറ്റി എല്ലാവരും പറയുന്നത് അതെ. കേൾക്കായിരുന്നു. ഇപ്പോഴും നിങ്ങൾ എല്ലാവരും കോണ്ടാക്റ്റും കോണ്ടാക്ട് ഉണ്ട്, എല്ലാവരും കോണ്ടാക്ട് ഉണ്ട്, എല്ലാ ടീമുമായിട്ടും കോണ്ടാക്ട് ഉണ്ട്, എല്ലാവരും നല്ല അഭിപ്രായം. ഒരു നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നല്ല സംസാരം ഉണ്ട് എല്ലാവരും. ഉണ്ട്. വാഴ 3 എന്തായാലും, കാരണം വാഴ 1 മുതൽ കൂടെയുള്ള ആളാണ്, അപ്പൊ 3 എന്തായാലും കാണും. മഴ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ ചേഞ്ചസ് വരുമെന്ന് അറിയത്തില്ല, പക്ഷെ നമ്മുടെ എക്സ്പെക്ടേഷൻ അതെ അതാണ്. അതെ അതെ. കാരണം വാഴ അങ്ങനെയാണ്. അപ്പം ആർട്ടിസ്റ്റും ഡയറക്ഷനും എല്ലാ ടീമും ഇങ്ങനെ ചേഞ്ചസ് വരുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ ഭാഗത്ത് ചേഞ്ചസ് ഇല്ലെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. എന്നറിയില്ല. അതെ, നമ്മളിപ്പോഴും സ്ഥിരമായിട്ടുള്ള ആളുകളാണല്ലോ അതെ നമ്മള്. അതെ അതെ. ഈ മേക്കപ്പിനോടുള്ളൊരു ഇഷ്ടം അത് എപ്പം മുതലാണ്? ശരിക്കും മേക്കപ്പുമായിട്ട് എനിക്ക് മേക്കപ്പിലോട്ട് വരണമെന്ന് ഇൻട്രസ്റ്റ് ഒന്നും വന്ന ആളല്ല. ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞിട്ട് സിനിമയിൽ എത്തിപ്പെടുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അഭിനയം തന്നെ ആയിരുന്നു മോഹം. അഭിനയം എങ്ങനെയെങ്കിലും സിനിമയിലെത്തുക, സിനിമ ഒരു ഭയങ്കര ഒരു ഫാഷന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക്. സിനിമയിൽ എന്തെങ്കിലും ആവണം. എൻ്റെ ഫാമിലിയിൽ നിന്ന് അങ്ങനെ സിനിമയിലുള്ള ആരുമല്ല, അങ്ങനെ എത്തിപ്പെടാനൊക്കെ വലിയ പാടുള്ള നാട്ടിൻ പ്രദേശമാണ്, ബാലരാമ എന്ന സ്ഥലമാണ്. ട്രിവാൻഡ്രം. അതെ അതെ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് എത്തിപ്പെടാൻ വലിയ പാടാണ്. അങ്ങനെ എങ്ങനെ സിനിമയിൽ എത്തിപ്പെടുക എന്നുള്ള രീതിയിൽ സിനിമയിലെത്തി. അതിനുശേഷമാണ് മേക്കപ്പ് അസിസ്റ്റൻ്റായി എൻ്റെ സാറ് PN മണി എന്ന് പറഞ്ഞ മേക്കപ്പ് സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് കണ്ടിന്യൂ ചെയ്തത്. ഇത് ആക്ച്വലി തുടങ്ങിയതിന് ശേഷമാണോ ആ ഇഷ്ടം വന്നു? അതെ അതെ അതെ. ശരിക്കും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടൊന്നും മേക്കപ്പിനെ പറ്റി ഒന്നും കോഴ്സൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ PN മണി സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് നിന്നുള്ള ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടന്റുകൾ ചെയ്തു തുടങ്ങിയപ്പോൾ അതിലോട് ഫാഷനും ഇഷ്ടവും തോന്നി. അത് പിന്നെ അത് ഒത്തിരി വളർന്നു. ഓക്കെ. എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിക്കുമ്പോൾ മാർക്കോനെ പറ്റി പറയാതെ മുന്നോട്ട് പോകാനേ പറ്റില്ല. അതെ അതെ എനിക്ക് തോന്നുന്നു എത്ര വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോഴും ആ സിനിമ ഒരു ബെഞ്ച് മാർക്കായിട്ട് അതെ അതെ തന്നെ കൂടെ ഉണ്ടാവും. അതെ. അത് എനിക്കൊരു എന്താ പറയുക, എൻ്റെ ലൈഫിലൊരു ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം ഞാനിപ്പോൾ ഒരു 17 ഇയേഴ്സ് ആയി ഫിലിം ഫീൽഡിൽ. പക്ഷേ എനിക്ക് മാർക്കോ ഒരു ഭയങ്കര ഒരു ഐഡൻറ്റിറ്റി തന്നൊരു ഇപ്പോൾ എൻ്റെ വണ്ടി തന്നെ മാർക്കോ എന്നുള്ള പേരാണ്. കാരണം നമ്മൾ മാർക്കോ എന്നൊരു ഐഡൻറ്റിറ്റി ആയി. കാരണം ഒത്തിരി പടങ്ങൾ ചെയ്ത് നല്ല ഫീൽ ഗുഡ് മൂവി ചെയ്ത് ഭയങ്കര ഒരു ഹിറ്റായിട്ടുണ്ട്. അതൊരു പതിവ് ഭാഗ്യം. പക്ഷേ മാർക്കോ എന്നെ ഒരു ബെഞ്ച് മാർക്ക് വരെ പാൻ ഇന്ത്യ ലെവൽ വരെ എൻ്റെ പേര് എത്തുകയും അതുപോലെ പല സംസാര ചർച്ച ഇൻ്റർവ്യൂസ് അതൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. സിനിമയിൽ വരുമ്പം തന്നെ ഒരു ഇൻ്റർവ്യൂസ് കിട്ടുക, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ആൾക്കാർ തിരിച്ചറിയുക എന്നൊക്കെ പറയുന്നൊരു ഒരു എന്താ പറയുക, ഒരു ആഗ്രഹവും ഒരു ഭാഗ്യവും ആയിരുന്നു. അപ്പോൾ അതെനിക്ക് മാർക്കയിൽ കൂടെയാണ് സാധിച്ചത്. ഈ പ്രോസ്തെറ്റിക് മേക്കപ്പ് എന്നുള്ളൊരു വാക്ക് അതെ 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 എനിക്ക് തോന്നുന്നു ഇപ്പൊ റീസെന്റ് ആണ് നമ്മൾ അത് കുറച്ചുകൂടെ അതെ കേൾക്കുന്നത്. അതെ. ശരിക്കും അതെ, അങ്ങനെ ഒരു പ്രോസ്തെറ്റിക് മേക്കപ്പ് എന്നുള്ളൊരു ഈ അടുത്ത കാലത്താണ് ഈ ഒരു പേര് വെളിയിൽ വന്നു തുടങ്ങി, ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് മനസ്സിലായത്. കാരണം നേരത്തെ വർഷങ്ങൾക്ക് മുമ്പും ഈ പറഞ്ഞ പോലെ PN മണി സാറും ഈ പറഞ്ഞ പോലെ ദേവാസുരമൊക്കെ കണ്ടറിയാം കൈവെട്ടുന്നതും അന്ന് മുതലേ ഈ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വേർതിരിവായിട്ട് ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷേ എല്ലാം മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നതാണ് ഈ പ്രോസറ്റിക് മേക്കപ്പ്. നമ്മൾ വേറൊരു ഏരിയ ഒന്നും അല്ല. വേറൊരു കാര്യം, മേക്കപ്പ് മാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് വേറൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നു. അതായത് ഈ പ്രോസറ്റിക്കിൻ്റെ ഈ സ്കെച്ച് വർക്കൊക്കെ ഉണ്ട്, സ്കെച്ചും ഈ പറഞ്ഞ പോലെ മോൾഡ് വർക്കൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഞാനതൊന്നും പഠിച്ചിട്ടുള്ള കാര്യമല്ല. അപ്പോൾ മോൾഡ് നമ്മൾ മോൾഡ് ഡിസൈൻ ചെയ്ത് പഠിച്ച ഒരു ടീമുണ്ട്. ആ ടീമിൽ നമ്മൾ കൊടുത്ത് അവർ ചെയ്തു തരുന്നു. ബാക്കി നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നു. ഡീറ്റെയിലിംഗ് ചെയ്യുന്ന എല്ലാം മേക്കപ്പ് മാനാണ്. ഇപ്പോൾ എല്ലാ പടത്തിലും പ്രോസറ്റിക് ആർട്ടിസ്റ്റിനും ഈ മോൾഡ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. മോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് മേക്കപ്പ് മാൻ തന്നെ ചെയ്യണം. കാരണം നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന മേക്കപ്പ് മാനാണ്. കാരണം അവരവിടെ ജോലി കഴിഞ്ഞാൽ ലാസ്റ്റ് ക്ലിയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്ത് ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവരാൻ ഒരു മേക്കപ്പ് മാനേ പറ്റുള്ളൂ. കാരണം അതിൻ്റെ ഒരു ബ്ലഡ് എഫക്റ്റ് ആയിരുന്നാലും ഈ പറഞ്ഞ പോലെ കളർ ടോൺ ആയിരുന്നാലും ഈ ആർട്ടിസ്റ്റിൻ്റെ കളർ ടോണായിട്ട് മാച്ച് ആവണം. അങ്ങനെ കുറേ പ്രൊസീജിയറുണ്ട്. അപ്പോൾ ഒരു മേക്കപ്പ് മാൻ്റെ കൺട്രോളിൽ തന്നെയാണ് ഇതെല്ലാം വരുന്നത്. കുറച്ച് ആൾക്കാരെ വെച്ച് നമ്മളത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു. മോൾഡിങ്, സ്കൾപ്റ്റിംഗ് അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ അതെ അതെ അത് പഠിച്ച ഒരാളെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. കാരണം നമ്മളത് പഠിച്ചിട്ടില്ല. ഞാനത് മോൾഡ് വർക്കൊന്നും ചെയ്ത് പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മളത് ഒരാളെ കൊണ്ട് സഹായത്തിന് ചെയ്യിക്കുന്നു. അങ്ങനെ ഒരു ടീം വർക്ക് എനിക്കുണ്ടായിരുന്നു. സേതു എന്നുകൊണ്ട് എൻ്റെ സുഹൃത്താണ്. പുള്ളിയാണ് എനിക്ക് മോൾഡ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് മാർക്കോയിൽ സഹായിച്ചത്. എനിക്ക് തോന്നുന്നു ആ വില്ലന്റെ കബീർ സിംഗിന്റെ ഒക്കെ മോൾഡ് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, ഒത്തിരി വർക്ക് ഉണ്ട്. കാരണം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല മാർക്കോയിൽ. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തിലും പ്രോസറ്റിംഗ് ഉണ്ട്. അത് നമുക്ക് സിംഗിളായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഒരു ഹാൻഡും ഈ പറഞ്ഞ പോലെ കൈയും അതൊക്കെ നമ്മുടെ ടീമിൽ തന്നെ മേക്കപ്പിൽ തന്നെ അസിസ്റ്റൻസ് തന്നെ ചെയ്യാനുള്ള കാര്യമുള്ളൂ. പക്ഷേ മാർക്കയെ സംബന്ധിച്ച് അത് ഒത്തിരി ഇത് തന്നെ പ്രോസറ്റിംഗ് മേക്കപ്പ് തന്നെ ഒരു ഏരിയ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ടീം കൂടെ വേണമെന്ന് വെച്ചിട്ടാണ് ഇൻക്ലൂഡ് ആക്കി ചെയ്യുന്നത്. ഇപ്പൊ മാർക്കും ഒക്കെ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ എന്റെ ദൈവമേ ഇത് എന്തോ ഇത് എന്നുള്ള ആ ഒരു സാധനം നമുക്ക് വരും. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ പുറകിൽ ഉപയോഗിച്ചേക്കുന്ന സിലിക്കോൺ ആണ് അല്ലെങ്കിൽ ലാറ്റക്സ് ആണ്, അങ്ങനത്തെ പരിപാടികൾ അറിയാം. അപ്പൊ സിനിമ കറക്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ടോ?
ശരിക്കും നമുക്ക് അതിൻ്റെ ടെക്നിക്കൽ പരമായിട്ട് അറിയാവുന്നതുകൊണ്ടും അങ്ങനെ പ്രശ്നമില്ല. പക്ഷേ കാണുന്നവർ പലരും എന്നെ വിളിച്ച് പറയാൻ ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര ഒരു മാർക്ക് കണ്ടപ്പോ നമുക്ക് ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. VFX ആണോ ഇത് മേക്കപ്പ് ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരെ ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അത് കൂടുതലും VFXന് സഹായം ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ അത്രയും ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് വർക്കിന്. ഈ പറഞ്ഞ പോലെ ബോഡിയിലായിരുന്നാലും ഇപ്പോൾ ബോഡി നമ്മൾ ചെയ്തെങ്കിലും അതിൽ ഈ പുഴുക്കളെയൊക്കെ ഞാൻ കളക്ട് ചെയ്ത് അങ്ങനെയൊക്കെ കുറേ നമ്മൾ ആ ജെന്യൂനിറ്റിയെ ഭയങ്കരമായിട്ട് അല്ലല്ല അതൊക്കെ നമ്മൾ ചെയ്തതാണ്. അത് കോഴിക്കോട് നിന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവിടെ നിന്ന് കളക്ട് ചെയ്തതാണ്. കളക്ട് ചെയ്ത് ഈ പറഞ്ഞ ഞാൻ എല്ലാ ഇൻ്റർവ്യൂസും പറഞ്ഞിട്ടുണ്ട്. ആ കളക്ട് ചെയ്ത ശേഷം എൻ്റെ റൂമിൽ തന്നെ അതിന് ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വളർത്തുകയാണ് പുഴുവിനെ. കാരണം ഇത് ഷൂട്ട് ചെയ്യുന്നതിനും 2 ദിവസം മുമ്പേ തന്നെ ഇതിൻ്റെ ട്രെയിനിങ് ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടാണ് നമ്മളിത് കൊണ്ട് ബോഡിയിൽ ഇടുന്നത്. കാരണം ഈ ബോഡിയിൽ നമ്മളൊരു ഫ്രൂട്ട്സിൻ്റെ ഒരു ബനാന ഫ്രൂട്ട്സിൻ്റെ ഒരു പേസ്റ്റ് ചെയ്തിടും. അപ്പോൾ അത് കഴിക്കാനായിട്ട് നമ്മൾ നേരത്തെ ഈ പുഴുവിന് ട്രെയിൻ കൊടുക്കും. ട്രെയിൻ കൊടുക്കുകയെന്ന് വെച്ചാൽ ഈ പുഴുവിൻ്റെ മെഡിസിനൊക്കെ കഴിക്കുന്ന ഒരു തരം പുഴുവാണ്. അതിന് 3 ദിവസമൊക്കെ ആയുസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ അതായത് കൊണ്ടുവന്ന സമയത്ത് മഴ കാരണം ഷൂട്ട് ഡിലേ ആവുകയും ചെയ്ത്. അപ്പോൾ അങ്ങനെ എൻ്റെ റൂമിൽ അത് 2 ദിവസം ഇട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് പുഴുക്കൾ പോയെങ്കിലും നമുക്ക് ഷോട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ പുഴുക്കളെ കിട്ടി. പക്ഷെ അത് ഡീറ്റെയിൽ അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് സെൻസറിൻ്റെ ഭാഗമായിട്ട് കുറേ കട്ടായിപ്പോയി. കാരണം അത്രയും ഭയങ്കര ഭീകരാവസ്ഥയായിരുന്നു നമ്മളതിൽ ആ ബോഡിയിൽ കാണിച്ചത്. ശരിക്കും അതിൻ്റെ വീഡിയോസ് എല്ലാം ഉണ്ട്. ഇല്ല, അത് സെൻസറിങ്ങിൻ്റെ പ്രോബ്ലമായിട്ട് അത് കട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും അത് ഈ പറഞ്ഞ പോലെ സെൻസർ ശരിക്കും കിട്ടിയിട്ടില്ല. ഈ TV-യിൽ കാണിക്കേണ്ട അത് സാറ്റലൈറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം അത് അത്രയും ഭീകരാവസ്ഥ. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മളെ പ്രൊഡ്യൂസർ സാറിൻ്റെ ഇൻ്റർവ്യൂവിൽ കണ്ടതാണ്. ഇപ്പോഴും സെൻസർ TV-യിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഇതുവരെ ഇതെല്ലാം കട്ട് ചെയ്ത ശേഷവും ഈ വയലൻസ് ഫുൾ കട്ട് ചെയ്ത ശേഷം സിനിമ എന്തോ 1.5 മണിക്കൂറിലോട്ടായി. എന്നിട്ട് പോലും ഇതുവരെ അവർക്ക് പെർമിഷൻ അവർക്ക് കിട്ടിയിട്ടില്ല. കാരണം അതിൻ്റെ അത്രയും വയലൻസിൻ്റെ ഒരു തീവ്രത ഉള്ളതുകൊണ്ടാണ്. എനിക്ക് നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസം കണ്ടവർക്കാണ് ഓൾമോസ്റ്റ് കുറച്ചെങ്കിലും കാണാൻ പറ്റിയിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും സെൻസറിങ് വന്നു. ഞാൻ ആദ്യത്തെ ദിവസം കണ്ടോണ്ട് കുറച്ച് ഭാഗങ്ങളും കൂടെ ഒക്കെ കണ്ടായിരുന്നു. ശരിക്കും അത് ഒത്തിരി ഉണ്ട്, നമ്മൾ ഒത്തിരി കട്ട് ചെയ്ത് ആ കൊച്ചിൻ്റെ ഭാഗവും ഈ പറഞ്ഞ പോലെ കുറേ ഭീകരാവസ്ഥയുണ്ട്. അല്ല, ഇത് നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമുക്കറിയാം. എന്നാലും നിങ്ങൾക്ക് രാത്രി ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു ഭീകരാവസ്ഥയൊക്കെ ഫീൽ ചെയ്യും. അതുണ്ട്. പിന്നെ അതിലോട്ട് അങ്ങ് ഇപ്പോൾ ഒരു വർക്ക് ഇപ്പോൾ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുമായിട്ട് കണക്ട് ആയി കഴിഞ്ഞാൽ സിങ്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും ചിന്ത. ഈ റൂമിൽ വന്നാൽ ഈ ബ്ലഡ്, ഈ നാളെ എത്ര ലിറ്റർ ബ്ലഡ് വേണം, ഈ പറഞ്ഞ നാളെ എന്തൊക്കെയാണ് ഫുള്ള് ബ്ലഡിൻ്റെ ഒരു മയം തന്നെയാണ്. ഗുരുവായൂരമ്പലം സിനിമ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ക്ലൈമാക്സ് ഫുള്ള് 10-250 വരെ ഡെയിലി മേക്കപ്പ് ചെയ്യണം ഈ അമ്പലം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു അവസ്ഥയിൽ ഈ മാർക്കേ 2 ഡിഫറൻ്റ് ആയിരുന്നു. ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. അപ്പോൾ ഇതിലോട്ട് വന്നപ്പോൾ ഫുള്ള് ബ്ലഡാണ്. മേക്കപ്പ് ബോക്സ് എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടില്ല. കാരണം ഫുള്ള് ബ്ലഡ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ മാർക്കോ മൂവിയിൽ കംപ്ലീറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഇപ്പം തൽക്കാലം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തന്നെ എറണാകുളത്ത് തന്നെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. കാരണം മേക്കപ്പ് ആർട്ടിസ്റ്റായ സജി കൊരട്ടി അതുപോലെ 1-2 ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ബ്ലഡ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്തത്. പിന്നെ ഐ ബ്ലഡ് എന്ന് പറഞ്ഞ പ്രോസീജർ അത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്, ഈ കണ്ണിൻ്റെ ഉള്ളിലിടുന്നത്. അതെ അതെ. അങ്ങനെ കുറച്ച് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നമ്മളിപ്പോ അടുത്ത ദിവസത്തേക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് തലേ ദിവസം തന്നെ തലേ ദിവസമല്ല, നമ്മൾ ഒരു ആഴ്ചക്ക് മുമ്പ് അതിന്റെ ഒരു ചാർട്ട് കിട്ടും. കാരണം പെട്ടെന്ന് നമുക്കിത് പറയുമ്പോൾ റെഡിയാക്കാനും പറ്റത്തില്ല. അപ്പൊ അത് നേരത്തെ ചാർട്ടിങ്ങിന് കൂടെ ആയിരിക്കും അത് നമ്മളത് ക്ലിയർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ അഭിനയിച്ച ഒരു ഭാഗം എഡിറ്റിംഗ് ടേബിളിൽ കട്ട് ചെയ്ത് പോവാണെങ്കിൽ ഒരു വിഷമായിരിക്കും. അതുപോലെ ആയിരിക്കും നിങ്ങൾ ചെയ്തപ്പോ മാർക്കോന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് പോയി. അപ്പൊ സെയിം വിഷമം തന്നെയാണോ നിങ്ങൾക്ക്? വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഈ മാർക്കോ ഫസ്റ്റ് കാണുന്നത് ദുബായിൽ ഞാനും ആസിഫിക്കും കൂടെ ഒരു ഷൂട്ടിൽ അവിടെ നിന്നാണ് പോയി കണ്ടത്. അപ്പൊ ഞാൻ ആ സിനിമ കണ്ടിപ്പോൾ ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര അഭിപ്രായം കേൾക്കുന്നുണ്ട്. പക്ഷെ പടം കാണാൻ ഞാൻ ശരിക്കും കയറി എനിക്ക് എന്തൊക്കെ ഭാഗം കട്ടായി പോയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടെയാണ്. പക്ഷെ കണ്ടപ്പോൾ മനസ്സിലായി ഒത്തിരി ഭാഗം കട്ടായി പോയിട്ട് പോലും ഈ ആൾക്കാർക്ക് അത്രയും തീവ്രത ഉണ്ടെങ്കിൽ അപ്പോൾ അത് ഫുള്ള് കാണിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ തിയേറ്ററിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ശരിക്കും അത് ഭയങ്കരമായിട്ട് ഈ കുട്ടിയെടുക്കുന്ന സീനൊക്കെ ശരിക്കും ലൈവായിട്ട് നമ്മൾ നേരത്തെ കുറേ എടുത്തു വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡെലിവറി കുട്ടിയുടെ സീനൊക്കെ നമ്മൾ അത്രയും കാണിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ കുറേ ലൈവായിട്ട് തന്നെ എടുത്ത്. അത് ശരിക്കും ഒരു ഡോക്ടറെ കൂടെ നിർത്തിയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഡോക്ടറും കൂടെ ഉണ്ടായിരുന്നു. ഡോക്ടറെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചത് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളത് അത്രയും ലൈവായിട്ട് കാണിച്ചത്. പക്ഷെ അത്രയും ലൈവായിട്ട് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റില്ല. ഇപ്പൊ നമ്മളോട് ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു തരുമല്ലോ, അപ്പൊ ആ ക്യാരക്ടർ എന്താന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്ത് തരും. കാരണം ആ ക്യാരക്ടറിന്റെ സ്വഭാവം കൂടി ആ ഒരു ലുക്കില്
അതെ അങ്ങനെയാണല്ലോ വരുന്നത്. അതെ അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ പറഞ്ഞു തരുന്ന സമയത്ത് ഇങ്ങനെ ഇമാജിനറി ആയിട്ട് ആ ഒരു രൂപം നമ്മുടെ മൈൻഡിൽ വരും. ഉണ്ട്. ശരിക്കും ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണ സിനിമയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ പെട്ടെന്ന് എല്ലാവരും മേക്കപ്പ് ചെയ്ത് വെളുപ്പിക്കുക അല്ലെങ്കിൽ പിന്നെ സുന്ദരിയാക്കുക അങ്ങനത്തെ ഒരു ആ ചിന്താഗതി ഉണ്ട്. പക്ഷേ അത് ശരിക്കും ടച്ചപ്പ് ചെയ്യുക അങ്ങനത്തെ ശരിക്കും ഒരു കാര്യം. ചിന്താഗതി അങ്ങനെ ഉണ്ട്. ചില ആൾക്കാർക്ക് അറിവിലായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ശരിക്കും സിനിമയുടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ക്യാരക്ടർ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡയറക്ടറിൻ്റെ മനസ്സിലൊരു ആർട്ടിസ്റ്റിൻ്റെ ഇപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഒരു ക്യാരക്ടർ രൂപം ഉണ്ടാവും. അപ്പം ഡയറക്ടർ ഓൾമോസ്റ്റ് ഒരു രൂപം പറയും, ഇങ്ങനെ വേണം, അതിൻ്റെ ഒരു ക്യാരക്ടർ രീതി അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അത് സ്കെച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുക. 1-2 റെഫറൻസ് കാണിക്കും. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഐഡിയ വെച്ചിട്ട് ഞാൻ 1-2 റെഫറൻസ് ഒക്കെ ചെയ്ത് കാണിച്ചിട്ട് അതിൽ നിന്ന് ഒരാളെ ഫിക്സ് ചെയ്യുക. വരയ്ക്കില്ല, അത് സഹായത്തിന് നമ്മൾ ആളുണ്ട്, വരയ്ക്കത്തില്ല അങ്ങനെ. എന്നാലും ചെറിയ രീതിക്ക് ഐഡിയാസ് നമ്മുടെ ഐഡിയാസ് രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ഈ പറഞ്ഞ ഏജ് കൂട്ടുക, ഏജ് കുറയ്ക്കുക, അങ്ങനത്തെ രീതിയിൽ സ്കെച്ച് ചെയ്ത് ഈ പറഞ്ഞ ക്യാരക്ടർ നമ്മൾ ചെയ്ത് കാണിക്കും. കാണിച്ച ശേഷമാണ് ഈ ക്യാരക്ടറിലോട്ട് നമ്മൾ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഇപ്പോൾ മേക്കപ്പ് ഇട്ട് മേക്കപ്പ് എന്ന് പറയുന്നത്, നമ്മളൊരു വ്യക്തിയെ മേക്കപ്പ് ചെയ്താൽ മേക്കപ്പ് ആണെന്ന് അറിയാൻ പാടില്ല. റിയലിസ്റ്റിക് ആയിരിക്കണം. അതാണ് സിനിമയിൽ. ഇപ്പോൾ ഒരാളെ മേക്കപ്പ് ചെയ്തിട്ടത് മേക്കപ്പ് ആണെന്ന് ഫീൽ ചെയ്താൽ നമ്മൾ ചെയ്ത ഫെയിലിയറാണ്. അപ്പോൾ അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്ന വർക്കുകളിൽ. ഓൾമോസ്റ്റ് ഇപ്പോൾ ജയ നോക്കിയായിരുന്നാലും ഈ അങ്ങനെ പൊന്മാൻ എന്ന് നോക്കി മൂവി ആയിരുന്നാലും എല്ലാം ലൈവായിട്ടായിരിക്കും ഞാൻ ചെയ്തിരിക്കുന്ന വർക്കെല്ലാം കാണാൻ പറ്റുന്നത്. കാരണം അങ്ങനെയായിരിക്കും നമ്മുടെ റെഫറൻസ് കൊടുക്കുന്നത്. ശരിക്കും അത് മേക്കപ്പ് മാൻ്റെ ഒരു മെയിൻ ഒരു ജോലി തന്നെയാണത്. അല്ല, ഒരു സമയത്ത് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ സീരിയലിന്റെ കാര്യമൊക്കെ എടുക്കുമ്പോൾ പറയും അത് ഉറങ്ങുകയാണെങ്കിലും മേക്കപ്പ് ചെയ്തിട്ട് ആയിരിക്കും എണീക്കുന്നത്. പക്ഷെ ആ മേക്കപ്പിന്റെ ഒരു രീതി തന്നെ കംപ്ലീറ്റ്ലി സിനിമ എത്തിയപ്പോഴത്തേക്കും മാറി. അത് റിയലിസ്റ്റിക്കിലേക്ക് കൂടുതൽ അടുത്തോട്ട് വരുവാണ്. അതെങ്ങനെ ബാലൻസ് ചെയ്യുന്നത് നിങ്ങൾ? ശരിക്കും സീരിയലിൽ ഞാനും ഈ പറഞ്ഞ പോലെ പല സീനിലും കണ്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ ബ്യൂട്ടി ഭയങ്കരമായിട്ട് നോക്കുന്ന ആളുകൾ. ഈ പറഞ്ഞ പോലെ സീരിയൽസിൻ്റെ അവിടെ രീതി അങ്ങനെയാണ്. ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ സിനിമയിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. കാരണം ഭയങ്കര ലൈവായിട്ട് കൊണ്ടുവരുന്നത്, ഒരു എന്താണോ ക്യാരക്ടർ എന്നുള്ളത് ലൈവായിട്ട് കാണിക്കണം എന്നുള്ളതാണ്. പക്ഷേ മേക്കപ്പ് അധികം ചെയ്തു വരുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഏത് സമയത്തും ഭയങ്കര ബ്യൂട്ടി കോൺസെൻട്രേറ്റ് നടക്കുന്ന ഒരാളാണെങ്കിൽ എന്ത് വേണം ചെയ്യാം. പക്ഷേ ഒരു ക്യാരക്ടറിൽ ഇപ്പം മരണ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ മേക്കപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് ഫെയിലിയറാണ്. അതൊരിക്കലും അനുവദിക്കുന്ന കാര്യമില്ല. ഇപ്പോൾ വസന സമേത ബന്ധുമിത്രാദികൾ എന്നൊരു സിനിമയുണ്ട്, അതെൻ്റെ വർക്കാണ്. അപ്പോൾ അത് ഈ മരിപ്പ് സീനിൽ എങ്ങനെയാണോ ഒരു മരിപ്പ് വീട്ടിൽ ഒരാൾ വരുന്നത് ആ രീതിക്ക് തന്നെയാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. അതാണ് അവിടെ മേക്കപ്പിന് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സീനിൽ ഇപ്പോൾ എന്താണ് ആർട്ടിസ്റ്റ്, ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ചായക്കടയിൽ ഒരു ചായക്ക അടിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഭയങ്കര ബ്യൂട്ടി മേക്കപ്പ് ഇട്ടൊരു കാര്യമില്ല. അപ്പോൾ അവരുടെ ഒരു ക്യാരക്ടറിനനുസരിച്ചിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പണി. അതിന് മാനേജ് ചെയ്ത് പോകണം. ഈ CGI ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ ഈ പ്രോസ്തെറ്റിക് മേക്കപ്പ് കുറച്ചുകൂടി സ്പെഷ്യൽ ആവുന്നത് എന്തുകൊണ്ടാണ്? കാരണം CGI വെച്ച് നമുക്ക് കുറേയൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അതെ. അപ്പോൾ ഇതിന്റെ ഒരു സാധ്യത എത്രത്തോളം വരുന്നുണ്ട്? ശരിക്കും VFX നമ്മൾ ഒരുപാട് സഹായിക്കാറുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, നമ്മൾ ചെയ്യണതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവും. ഒരു ഫ്രെയിമിലിപ്പം ഇപ്പോൾ ബ്ലഡ് ഇപ്പോൾ തെറിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ ചെയ്യുന്നതും നമ്മൾ പമ്പ് ചെയ്യാനൊക്കെ എല്ലാ സിസ്റ്റം ഉണ്ടെങ്കിൽ കൂടി അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ VFX ഭയങ്കര സഹായിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മൾ എന്തെങ്കിലും പാച്ചസ് ഒക്കെ വെക്കണമെങ്കിൽ അതിൻ്റെ ഒരു എഡ്ജൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ, കാരണം എന്തെങ്കിലും ഒട്ടിക്കുന്നതിൻ്റെയൊക്കെ ഒരു ചെറിയ ക്ലിയറൻസിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ VFXകാർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. VFX നന്നായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതെ, ഭയങ്കരമായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും റെഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ ഞാൻ അത് ഓൾറെഡി പറയും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഒരാൾക്ക് വിഗ് വെച്ചിട്ടുണ്ടെങ്കിൽ വിഗിൻ്റെ നെറ്റൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഓൾറെഡി അത് ആ സീൻ എടുക്കുമ്പോഴത്തേക്ക് നോട്ട് ചെയ്തിട്ട് VFXൻ്റെ അടുത്ത് ഞങ്ങൾ പോയി ഇൻഫോം ചെയ്യാറുണ്ട്. അത് നെറ്റ് ഒന്ന് അറിയുന്നുണ്ടെന്ന് ടച്ച് ചെയ്യാൻ പറഞ്ഞാൽ അവർ ടച്ച് ചെയ്തോളും. കാരണം നമ്മൾ എത്രയും ചെയ്താൽ അതിന് ലിമിറ്റ് ഒരു ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു പാച്ചസ് ഒക്കെ അറിയും. അപ്പോൾ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് VFX ആണ്. ഈ ഹൊറർ മൂവീസിന്റെ ഒക്കെ ഒരു മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ? ഹൊറർ മൂവി ഒന്ന് ഞാനിപ്പോൾ ഒന്ന് ചെയ്തായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ സോംബി പോലത്തെ ഒരു പരിപാടിയൊക്കെയാണ്. അല്ല, ആക്ച്വലി ഈ സോംബീസ് അങ്ങനത്തെ മേക്കപ്പ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഏജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമല്ലോ, ഏതാ കുറച്ചുകൂടെ ടഫ് ആയിട്ട് വരുന്നത്? ശരിക്കും ടഫ് തന്നെയാണ്. രണ്ടും ഈ പറഞ്ഞ പോലെ ടഫ് തന്നെയാണ്. കാരണം ഒരുപാട് അത് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഒരു ശരിക്കും നോർമലി വരുന്ന ഒരു പ്രസന്റ് ആർട്ടിസ്റ്റിന് നമ്മൾ വേറൊരു വ്യക്തിയായിട്ട് മാറ്റായിരുന്നു. അപ്പോൾ ചില മാസ്കുകൾ വയ്ക്കേണ്ടി വരും. ഈ ബോഡി പാർട്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ നോസ് ആയിരുന്നാലും ലിപ്പായിരുന്നാലും എല്ലാം ഒന്ന് ആഡ് ചെയ്താലും അവരുടെ ഫേസ് ഒന്ന് മാറുള്ളൂ. നമ്മൾ ആ ഒരു മൂഡിലേക്ക് ലെൻസ് ഇടണം. മൈനസ് ലെൻസാണ് സാധാരണ നമ്മൾ ലെൻസ് ഈ കണ്ണിലൊക്കെ ഇടുന്ന ലെൻസ്. മൈനസ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. വൈറ്റ് ലെൻസ് ഇല്ലേ, ആ വൈറ്റ് ലെൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിഷ്വൽ ഇല്ല, ഫുൾ ബ്ലൈൻഡ് ആയിരിക്കും. അപ്പോൾ അത് കാരണം അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളത് ആർട്ടിസ്റ്റിനും കൂടെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഏതൊരു ആർട്ടിസ്റ്റ് ഇപ്പോൾ ആ ക്യാരക്ടർ ചെയ്യാനായിട്ട് വില്ലിങ് ആണെങ്കിൽ ആർട്ടിസ്റ്റ് സപ്പോർട്ട് ചെയ്യും. കാരണം അവരുടെ ഫിഗർ മാറ്റി നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ്, ഇപ്പം ഹെയർ കട്ട് ചെയ്യണം ഉള്ള മുട്ടയൊക്കെ അടിക്കുന്ന സീൻ ഉണ്ടാവും. അപ്പോൾ അത് മുട്ട അടിക്കാത്ത ബുദ്ധിമുട്ട് വേണ്ടി മോൾഡ് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് ക്യാപ്പ് ഉണ്ട്. മോൾഡ് ക്യാപ്പ് വെച്ചിട്ടായിരിക്കും നമ്മളത്
ഡിസൈൻ ചെയ്യുന്നത്. ചെയ്യുന്നത്. അതെ, അങ്ങനെ ആർട്ടിസ്റ്റിന് സപ്പോർട്ട് ഭയങ്കര പ്രാധാന്യമാണ് ഇതിൽ. ഓക്കെ. ഈ സോംബീസിന്റെ ഒക്കെ ഒരു മേക്കപ്പ് വരുമ്പോ അതൊക്കെ എങ്ങനെ ചെയ്യുന്നത്? അതെ, സോംബീസിൻ്റെ മേക്കപ്പ് ഞാൻ ഇപ്പോൾ ഒരു ഹിന്ദി പടം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹിന്ദി പടത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മൂഡാണ്. ഓക്കെ. അപ്പോൾ അതിനിപ്പോൾ ആദ്യം ഇതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്കെച്ച് കാണിക്കും, ഒന്ന് രണ്ട് റെഫറൻസ് കാണിക്കും. ആ റെഫറൻസ് എടുത്തിട്ടാണ് നമ്മളിതിൽ ചെയ്യുന്നത്. എന്തായാലും അത് കുറച്ച് വരയ്ക്കാനൊക്കെ ഉണ്ട്. ഫേസിൽ തന്നെ കുറച്ച് വരയ്പ്പും കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ടെസ്റ്റർ ഭയങ്കരമായിരിക്കും, ഡീറ്റെയിലിംഗ് ആയിരിക്കും. ഈ ഫേസിൽ തന്നെ നമ്മുടെ വെയിൻസുകളൊക്കെ പോകുന്ന ടെസ്റ്ററൊക്കെ ഭയങ്കര മൈന്യൂട്ടായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് റെഫറൻസ് നോക്കി തന്നെയാണ് ചെയ്യുന്നത്. അതിന് കുറച്ച് ടൈം എടുക്കും. ഓ, നമ്മൾ ഇതിന്റെ പുറകിൽ അതെ അതെ ഇരിക്കണം അതെ അതെ കുറെ അതെ കാര്യങ്ങൾ. അതെ കുറച്ച് നമ്മുടെ ഈ തോട്ടും പിന്നെ ഡയറക്ടറോട് ചെന്ന് സംസാരിച്ച് അതെ നിങ്ങൾ അതെ തമ്മിൽ അതെ ഒരു അതെ അതെ ഡിസ്കഷൻ. അതെ ഡയറക്ടറും ക്യാമറമാനും അതൊക്കെ ഒന്ന് അതെ, ഞാൻ അത് ചോദിക്കാൻ വരുന്നത്. കാരണം നമ്മളിപ്പോ റിയലി കാണുന്ന പോലെ ആയിരിക്കൂലല്ലോ ക്യാമറയിൽ കൂടെ നോക്കുന്ന സമയത്ത്. അപ്പൊ സിനിമാറ്റോഗ്രാഫറിനോട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണോ വരുന്നത്? തീർച്ചയായിട്ടും അതിപ്പോൾ ഏത് മൂവി ആയിരുന്നാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഏത് മൂവി ആയിരുന്നാലും ഒരു ക്യാമറമാൻ ഒരു കളർ പാറ്റേൺ ഉണ്ടാവും. ആ ഒരു കളർ പാറ്റേൺ ബാലൻസ് ചെയ്ത് തന്നെയാണ് നമ്മൾ മേക്കപ്പിലും ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഒരു 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 സ്ഥലത്ത് ഇപ്പോൾ ഒരു പുള്ളി ലൈറ്റ് അപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ മേക്കപ്പിൻ്റെ ഒരു കൂടി നിന്ന് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പറയും, അത് ഇച്ചിരി കുറയ്ക്കാൻ പറയും. കാരണം അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ആ കളർ എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലൈവായിട്ടുള്ള ചെറിയ ഷോർട്സ് ലൈറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള മേക്കപ്പാണ് പാടുള്ളൂ. കാരണം ചെറിയ ലൈറ്റിലൊക്കെ നമ്മൾ ഹെവി മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. കാരണം ഇപ്പോൾ ക്യാമറയുടെ അപ്ഡേഷനൊക്കെ ഭയങ്കരമാണ്. ക്യാമറയൊക്കെ നമ്മൾ പഴയതുപോലത്തെ ക്യാമറസ് അല്ല, അപ്പം ക്യാമറ ലൈറ്റ് എല്ലാം അപ്ഡേഷനായി. അപ്പോൾ അതിനനുസരിച്ച് നമ്മളും മേക്കപ്പിലായിരുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അപ്ഡേഷനാണ്. അപ്പോൾ അത് ലൈറ്റിൻ്റെയും ഫിൽറ്ററിൻ്റെയൊക്കെ ഒരു 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 ബാലൻസിങ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ പഠിക്കണം. ശരിക്കും മേക്കപ്പ് മാൻ ഇതിൻ്റെ എല്ലാം പഠിക്കണം. ലൈറ്റ് പഠിക്കണം, ലൈറ്റ്, ക്യാമറ, ഫിൽറ്ററിങ് കാര്യം, ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നവരെ ഒരു മേക്കപ്പ് മാൻ സെൻസിൽ അറിഞ്ഞിരിക്കണം. കാരണം പെട്ടെന്ന് പോയിട്ട് നമ്മളൊരാളെ മേക്കപ്പ് ചെയ്ത് ഭംഗിയാക്കാൻ എളുപ്പമാണ്. പക്ഷേ നമ്മൾ ആ ഒരു ഈ ലൈറ്റിങ്ങും ഈ ഫിൽറ്റർ, ഏത് ക്യാമറ ലെൻസാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ലൈറ്റ് ഏതാണ്, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. കാരണം ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ ഷൂട്ട്. അപ്പോൾ അതിനനുസരിച്ച് അതിനനുസരിച്ചാണ് നമ്മൾ സിനിമയിൽ അത്രയും ലൈവായിട്ട് കൊണ്ടുവരുന്നത്. കാരണം ഞാൻ കുറച്ചൊരു സീനിയർ ക്യാമറമാനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ. ഇപ്പൊ ഈ ഹീറോയിൻസ് ഒക്കെ നമ്മുടെ സെറ്റിൽ വരുമ്പോൾ അവര് നല്ല അടിപൊളിയൊക്കെ ആയിട്ടായിരിക്കുമല്ലോ വരുന്നത്. ചില സമയത്ത് അവരെ കുറച്ചുകൂടെ ഒന്നും കൂടി രൂപമൊക്കെ മാറ്റേണ്ടി വരും. ചിലപ്പോൾ കുറച്ചുകൂടി എന്താ പറയാ, ഒന്നുകൂടെ പ്രസന്റ് ചെയ്യാൻ കൊള്ളാത്ത രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു മൈനസ് ആക്കി അവരുടെ എല്ലാ സൗന്ദര്യവും കളയേണ്ടി വരും. അങ്ങനെ കാണുന്ന സമയത്ത് ഇച്ചിരി ഒരു വിഷമം തോന്നാറുണ്ട്. വിഷമം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ശരിക്കും പൊന്മാൻ സിനിമ കണ്ടവർക്ക് അറിയാം. പൊന്മാൻ സിനിമയിൽ ബേസിലേട്ടൻ ഉറങ്ങി എണീറ്റ് വരുന്നതും ഈ കടപ്പുറത്ത് കിടക്കുന്ന സീനൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതൊക്കെ പകലും ഏത് സമയം. പക്ഷേ പുള്ളി റൂമിൽ നിന്ന് വരുന്നത് ഭയങ്കര ഫ്രഷ് ആയിട്ടേ വരുള്ളൂ. രാവിലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ഫ്രഷ് ആയിട്ട് വരുന്ന മൂടി തന്നെ നമുക്ക് ആ സീൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ടയേർഡാക്കാനുള്ള മേക്കപ്പ് ഉണ്ട്. അപ്പം ടയേർഡാക്കാൻ വേണ്ടിയിട്ട് ഞാനത് ആ ഒരു ഉറക്കത്തിൻ്റെ ടയേർഡ് വരാൻ വേണ്ടി മുഖത്ത് വാസലിനൊക്കെ ഇടാറുണ്ട്. വാസലിൻ, അതായത് നമ്മൾ വാസലിനൊക്കെ ഇടുമ്പോൾ ആ ഒരു ക്ഷീണം, ആ ഒരു ഓയിലൊക്കെ ഫീലൊക്കെ വരും. അതുപോലെ തന്നെ കറക്റ്റ് ആ ഒരു ഉറക്കത്തിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫീലിൽ കൊണ്ടുവരും, ക്ഷീണത്തിൽ കൊണ്ടുവരും. അത് സിനിമ കണ്ടവർക്ക് ശരിക്കും അത് ഫീൽ ചെയ്യും. എന്നെ ഒരുപാട് വിളിച്ച് പറഞ്ഞ കാര്യം കറക്റ്റ് ആ ഫീല് കിട്ടി. നമ്മളിപ്പോൾ ഒരു സീൻ കാണുമ്പോൾ ആർട്ടിസ്റ്റിൻ്റെ ഫിഗറും കൂടെ ഒരു സീനുമായിട്ട് സിങ്ക് ആവണം, എങ്കിലേ നമുക്കത് കണക്റ്റ് ആവുള്ളൂ. അപ്പോൾ ആ ഫീൽ ഇപ്പോൾ ഒരു മദ്യവെച്ച് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ മദ്യവെക്ക് മുമ്പുള്ള അവസ്ഥ, ഈ അങ്ങനത്തെ ഒരു ഫീല് നമുക്കത് ശരിക്കും കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ അത് ശരിക്കും അത് വർക്കാവുള്ളൂ. ശരിക്കും ആ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയും അതിൻ്റെ ഒരു ഫീല് കിട്ടിയ ഒരു പടമാണ്. അതെനിക്ക് ഇപ്പം മേഡം ചോദിച്ച പോലെ തന്നെ രാവിലെ ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കും വരുന്നത്. അല്ലെ പിന്നെ ഒരു പുതിയൊരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാവരും നല്ല ബ്യൂട്ടി കോൺസെപ്റ്റ് നല്ല രീതിക്കുക. പക്ഷെ നമ്മൾ ആ സീനറി ചിലപ്പോൾ ഞാൻ ഡള്ളാക്കും. കാരണം അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു ആർട്ടിസ്റ്റ് കംഫർട്ട് ആക്കണം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. ക്യാരക്ടറിനോട് നീതി പുലർത്തണം. അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും. അങ്ങനെ സപ്പോർട്ടില്ലാത്ത ഒരു ആർട്ടിസ്റ്റായിട്ട് ഇങ്ങനെ എനിക്ക് മാർക്കുകളിൽ തന്നെ ജഗദീഷ് ചേട്ടൻ ഒത്തിരി നമ്മൾ സപ്പോർട്ട് ചെയ്ത ആളാണ്. ജഗദീഷ് ചേട്ടൻ്റെ ആ ക്ലൈമാക്സിൽ ഒരു കണ്ണ് ഫുള്ള് ഞാൻ രാവിലെ ഒരു 11 മണിയാകുമ്പോൾ അടച്ചതാണ്. പുള്ളി പിന്നെ ആ കണ്ണ് തുറക്കുന്നത് വൈകുന്നേരം 5 മണിയാണ്. കാരണം ഒറ്റ കണ്ണുകൊണ്ടാണ് പുള്ളി അന്ന് മൊത്തം നമുക്ക് കാരണം അത് ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എടുത്ത് റിമൂവ് ചെയ്തിട്ട് ഒട്ടിക്കുന്നത് ഭയങ്കര പിന്നെയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുള്ളി ഒരു രാവിലെ മുതൽ ഒറ്റ കണ്ണ് വെച്ച് തന്നെയാണ് ഫുൾ ടൈം ഫുഡ് കഴിച്ചതും. ഈ പറഞ്ഞ പോലെ 5 മണി വരെയും അങ്ങനെ തന്നെയായിരുന്നു. അതൊക്കെ ഭയങ്കര എനിക്ക് തന്നെ പേഴ്സണലി വിഷമം തോന്നും. കാരണം നമ്മുടെ ഒരു വർക്ക് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, എന്നാലും സഹകരിക്കുന്നത് ഭയങ്കര ഒരു അതുപോലെ ചില പ്രോസ്തെറ്റിക് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മുഖം അനക്കാനൊന്നും പറ്റാതെ, അല്ലെങ്കിൽ വാഷ്റൂം പോകാൻ പോലും പറ്റാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പം ഒത്തിരി സീനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ഭയങ്കര സഹകരിക്കും. ആ സീനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നാലും ഇപ്പം നമുക്കൊരു പേടിയായിരിക്കും ഇവരെ എങ്ങനെ അത് നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുമോ ഇത്.
പക്ഷെ അത് ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അല്ല അവർക്കൊക്കെ സിനിമ അത്രയും പാഷൻ അതെ അതെ ആണല്ലോ. അതെ 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 അപ്പൊ അതെ അതിന്റെ ഭാഗമായിട്ട് അവരങ്ങനെ അതെ തന്നെ അതെ ഇരിക്കും. തീർച്ചയായിട്ടും. ഓക്കെ. ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു വർക്ക് ഏതായിരിക്കും? ഞാൻ ചെയ്ത എല്ലാ വർക്കും എനിക്ക് എപ്പോഴും ഫേവറേറ്റുമാണ്. ഓക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ അത്രയും എന്താ പറയുക എന്താ നമ്മളൊരു വർക്കിലോട്ട് പോകുമ്പോൾ അത്രയും ഫാഷനായിട്ടും അത്രയും ആത്മാർത്ഥമായിട്ടും അതുപോലെ സിൻസിയറായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഒരു ഫലമാണ് ഞാൻ ചെയ്യുന്ന വർക്കുകൾ ഇപ്പോൾ എനിക്ക് ദൈവഭാഗ്യം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വരുന്ന റിസൾട്ട് റീച്ച് കിട്ടുന്നത്, ആവുന്നുണ്ട്. റീച്ച് ആവുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ വർക്കും ഫേവറേറ്റാണ്. ഉം. എന്ന് എടുത്ത് പറയാനുള്ളത് എൻ്റെ ഒരു ബെഞ്ച് മാർക്ക് മാർക്കയാണ്. ആ, അതെപ്പോഴും നമ്മുടെ കൂടെ അതെ അതെ തന്നെ അതെ. ഉണ്ട്. ഇപ്പൊ ഈ കയ്യിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുമോ? അതായത് വൺസ് ഉണ്ടാക്കിയ സാധനങ്ങള്. യൂസ് ചെയ്യാം, പക്ഷെ അതിന് ഇത്ര ദിവസം ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് സിലിക്കോൺ ഓക്കെ. അല്ലേ, പക്ഷെ അത് ആ. ഡാമേജ് ഒക്കെ വരാം, ആ. ഹോൾസ് ഒക്കെ വീഴും. അത് കുറച്ച് ദിവസം എന്തായാലും ഇരിക്കും. പക്ഷെ വേറൊരു സിനിമയിലോട്ടും യൂസ് ചെയ്യാറില്ല. ഓക്കെ. എല്ലാം കാരണം ഇപ്പോൾ മാറ്റി. എല്ലാം പോവുകയാണ്. കാരണം ഒരാളുടെ കൈ ആളുടെ ഡൈ എടുത്താൽ ചെയ്യുന്നത്. ഓക്കെ. ആ. ഇപ്പോൾ മേഡത്തിൻ്റെ കൈയാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ മേഡത്തിൻ്റെ കൈയിൻ്റെ ഡൈ എടുത്തായിരിക്കും യൂസ് ചെയ്യണത്. ഓക്കെ. അപ്പോൾ വേറൊരു പടത്തിലോ വേറൊരു അത് സിനിമയിലോ സ്യൂട്ട് ആവൂല. ഉപയോഗിക്കാൻ പറ്റില്ല. ഓ. പിന്നെ ഓക്കെ. അത് ഡിസ്പോസ് ആണ്, വേറെ ഒന്നും ചെയ്യാനില്ല. ആ ഹാ ഹാ. അങ്ങനെ പ്രോപ്പർട്ടീസ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചിലതുണ്ടെങ്കിൽ. ചിലതൊക്കെ നമുക്ക് ഈ കുറച്ച് നാളെ ഇരിക്കുകയുള്ളൂ. ഈ സിലിക്കോൺ ഒത്തിരി നാളങ്ങനെ ഇരിക്കത്തൊന്നുമില്ല, ഡാമേജസ് വരും. അതങ്ങനെ ഇരിക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല. കുറച്ച് ദിവസം ഓക്കെ. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വേറെ വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, എന്തെങ്കിലും ഒരു റെഫറൻസ് പോലെ കാണിക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ ഒത്തിരി സമയം വെച്ചിരിക്കാനോ ഇരിക്കാനോ പറ്റത്തില്ല. ഓക്കെ. അത്രയും പിന്നെ അത്രയും ഡീറ്റെയിൽ ആയിട്ടല്ലേ നമ്മൾ ഡീറ്റെയിലിങ്, അതെ, അതിൻ്റെ എടുക്കുന്നത്. അപ്പം ടെസ്റ്ററൊക്കെ പോവും. നമ്മൾ ആ കയ്യിൽ ഓക്കെ. വരുന്ന ടെസ്റ്റർ, അതിൻ്റെ കളറിങ് എല്ലാം മാറും. ഓ. പിന്നെ ഓക്കെ. അത് ഒന്നേന്ന് റീവർക്ക് ചെയ്തെടുക്കണം. ആ ഹാ ഹാ ഹാ. ഓക്കെ. പക്ഷേ അങ്ങനെയാണ്. ഓക്കെ. ലാറ്റക്സ് സിലിക്കോൺ അപ്പൊ ഏതായിരിക്കും രണ്ട് കൂടുതൽ? രണ്ട് ലാറ്റക്സ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ എന്തെങ്കിലും ലിക്വിഡ് ലാറ്റക്സ് ആയിട്ട് ഉപയോഗിക്കാറ്. ഈ ഓക്കെ. പ്രോസറ്റിക്കിൽ വർക്ക് ചെയ്യുന്ന സിലിക്കോണാണ്. എല്ലാം എല്ലാം സിലിക്കോണാ? സിലിക്കോണിലാണ് ചെയ്യുന്നത്. കാരണം അതാണ് ബോഡി സ്കിന്നുമായിട്ട് ഭയങ്കര മാച്ചിങ് ആയതാണ്. ആ. ലാറ്റക്സ് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഈ റിങ്കിൾസ് വരാനും ഈ ഫേസിൽ ഈ കണ്ണടി ഏജിന്റെ ഏജിൻ്റെ സമയത്ത്. ഇതിനൊക്കെയാണ് ലാറ്റക്സ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. സിലിക്കോൺ ഉപയോഗിക്കുന്നത് ഈ പ്രോസറ്റിക് മോൾഡ് വർക്കിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പോൾ ഒത്തിരി പ്രോഡക്റ്റുകളുണ്ട്. നമ്മൾ അപ്ഡേഷൻ ആവുന്നതനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ നാൾ ഒരു പ്രോഡക്റ്റ് നിൽക്കുന്നതിനേക്കാളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഈ പറഞ്ഞ പോലെ പുതിയ ക്രൈലോൺ കമ്പനി ആയിരുന്നാലും എല്ലാ കമ്പനീസും ഇങ്ങനെ പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ. അപ്പം അതിനനുസരിച്ച് മാറുന്നുണ്ട്. ഓക്കെ. ഈ പ്രോസ്തെറ്റിക് മേക്കപ്പിന്റെ ഒരു ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുക. അതെ. അപ്പൊ അതിന്റെ ഒരു സാധ്യത എത്രത്തോളം വരുന്നുണ്ട്? ശരിക്കും ഇപ്പോൾ നല്ലൊരു കാരണം ഇത് മുമ്പ് ഈ പ്രോസറ്റിക് വർക്ക്, ഹെവി വർക്ക് പോലും പുറത്തുനിന്ന് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. ഈ ബോംബെയിൽ നിന്നും ഈ വിദേശ ഓ. രാജ്യത്തു ഓക്കെ. നിന്നൊക്കെയാണ് ഇവിടെ വന്ന് നമ്മളെ സഹായിക്കാറുണ്ട്. ആ. പല ആൾക്കാരവിടെ നിന്ന്. ഇപ്പോൾ അവിടെ നിന്ന് മാറി നമ്മുടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ മാർക്കോ ഇറങ്ങിയ സമയത്ത് അത് ചെയ്തത് പുറത്തുനിന്നുള്ള ആരോ ആണെന്ന് അതെ അതെ ആദ്യമൊക്കെ അതെ അതെ അങ്ങനെ ഒരു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ടോപ്പിക് ഉണ്ടായിരുന്നു. പിന്നെ ഇന്റർവ്യൂസ് ഒക്കെ അതെ, ഇറങ്ങിയ ഇൻട്രവ്യൂസ്, അതെ ശേഷമാണ് അതെ. കാരണം അത് മലയാളിയാണ് അതെ അതെ നമ്മുടെ കൂടെയുള്ള ഒരാളാണെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഓൾമോസ്റ്റ് എല്ലാവരും ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇപ്പം തമിഴിൽ വരെ ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ റോണക്സ് ആയിരുന്ന, രഞ്ജിത്ത് അമ്പാടി, അങ്ങനെ ടാലൻ്റ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഉണ്ട്. ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ രഞ്ജിത്ത് ആടുജീവിതത്തിൻ്റെയൊക്കെ മേക്കപ്പ് മാനൊക്കെ ഇപ്പോൾ തമിഴിലാണ് വർക്ക് ചെയ്യുന്നത്. തമിഴ്, തെലുങ്ക്. ഇപ്പോൾ റോണക്സ് സേവിയർ എന്ന് പറഞ്ഞ പുള്ളിയൊക്കെ തെലുങ്കും തമിഴൊക്കെയാണ്. കാരണം അത്രയും മലയാളത്തിലുള്ളപ്പം ഓൾമോസ്റ്റ് ടെക്നീഷ്യൻ, ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നാലും ഈ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നാലും മലയാളത്തിൽ ടെക്നീഷ്യൻ ഓൾമോസ്റ്റ് അടിപൊളിയാണ്. ആ. കാരണം ഭയങ്കര സിൻസിയറിറ്റി വർക്കാണ്. ഞാൻ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞല്ല, എന്നാലും മനസ്സിലായി. ഇവർ കുറേ അപ്ഡേഷൻസും ഈ പറഞ്ഞ പോലെ പ്രോസറ്റിക് വർക്കിനൊക്കെ ചെയ്യാൻ റെഡിയാണ്. ആ. കാരണം ഇപ്പം പുറത്തുനിന്ന് അങ്ങനെ ആൾ വന്ന് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഓക്കെ. തന്നെ ഇവിടെ തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്യുകയാണ്. കാരണം ആ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രോസറ്റിക് ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യാറുണ്ട്, നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഡിസൈനിങ്ങിൽ ചെയ്യാറുണ്ട്. അപ്പം മലയാളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റും ഈ അപ്ഡേഷനായിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം ഓക്കെ. ഭയങ്കര നേരത്തെ പോലെ പുറത്തുനിന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ. ഓക്കെ. എല്ലാത്തിനും അവൈലബിൾ അതെ, ആയിട്ടുള്ള ആളുകൾ നമ്മുടെ നമ്മുടെ കൂടെ കൂടെ തന്നെ തന്നെ ഉണ്ട്. ഉണ്ട്. അതെ അതെ. അതുപോലെ ഈ മേക്കപ്പിന്റെ സമയത്ത് ക്ലൈമറ്റ് ഒരു വില്ലനായിട്ട് വരാറുണ്ട്. ഉണ്ട്. ശരിക്കും അത് ഈ മൂന്നാറാണ് നമ്മൾ മാർക്കോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഈ ബ്ലഡ് അധികം കൊണ്ടുപോയി വെച്ചിരിക്കാൻ പറ്റില്ല. കാരണം കൂൾ ക്ലൈമറ്റ് ആകുമ്പോഴത്തേക്കും ബ്ലഡിൻ്റെ കളർ ചേഞ്ച് ആവും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ബ്ലഡിന്. കളർ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിലിക്കോൺ കൂടുതൽ ഹീറ്റായ സ്ഥലത്ത് ഇരിക്കത്തില്ല. ഹീറ്റുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ അത് മെൽറ്റായി പോകും. ഓക്കെ. അപ്പോൾ അതിന് കൂൾ വേണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിന്. ടെമ്പറേച്ചർ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോഴേ AC റൂമിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ ടെമ്പറേച്ചർ ഭയങ്കര പ്രശ്നം. ഇത് ഭയങ്കര ഓവർ ഹീറ്റായി കഴിഞ്ഞാൽ ഇത് വെള്ളമായി പോകും. ഓക്കെ. അപ്പോൾ അത് ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അതുപോലെ തന്നെ മേക്കപ്പിൻ്റെ പ്രോഡക്റ്റിലും പ്രശ്നമുണ്ട്. മേക്കിൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നാലും ക്രൈലോണിൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നാലും ഈ കൂൾ ക്ലൈമറ്റിൽ യൂസ് ചെയ്യുന്നതും ഹീറ്റ് ക്ലൈമറ്റിൽ യൂസ് ചെയ്യുന്നതൊക്കെ ഡിഫറെൻ്റ് ആണ്. ഈ മേക്ക് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഭയങ്കര വെരി ഗുഡ് പ്രോഡക്റ്റാണ്. ഭയങ്കര ഫിനിഷിങ്ങും ഭയങ്കര ബ്യൂട്ടിയും അടിപൊളിയാണ്. പലർക്കും എടുത്ത് ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ അത് ഈ ഹീറ്റിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഹീറ്റ് ക്ലൈമറ്റിലൊന്നും ഈ ഓവർ ഹീറ്റിലൊന്നും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ. അത് ഈ കൂളായിട്ടുള്ള സ്റ്റുഡിയോ ഫ്ലോറിലൊക്കെയാണ് മേക്കപ്പ് കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഔട്ട്ഡോറൊക്കെ പോകുമ്പോഴത്തേക്കും ഈ മേക്കെന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഇടുമ്പോഴത്തേക്ക് അത് റിങ്കിൾസ് വരും, പാച്ചസ് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഡിഫറൻ്റ് ഉണ്ട്.
പ്രോഡക്റ്റ് അടിപൊളിയാണെങ്കിലും നമ്മൾ ക്ലൈമറ്റും കൂടെ നോക്കണം. ആ. അല്ല, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ക്ലൈമറ്റ് അതെ ഒരു വില്ലനായിട്ട് അതെ വരാറുണ്ട് ഉണ്ട് 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 അത് എന്നുള്ളത്. ഓക്കെ. പലപ്പോഴും ഉണ്ട്. ഈ വൗണ്ട് സ്കാർസ് ഒക്കെ അതൊക്കെ എങ്ങനെയാ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ശരിക്കും കാർഡ്സ് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. അത് പെട്ടെന്ന് തന്നെ സ്കാർ നമുക്കത് കുറച്ചുകൂടി ഈസിയാണ്. പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. സ്പോട്ടിന് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഈ മാർക്കോ സിനിമയിൽ ആ ചേച്ചിയുടെ വാ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന കീറുന്നത്. സാധനമൊക്കെ സ്പോട്ടിന് പറഞ്ഞത്, അതൊന്നും പ്ലാനിങ്ങിലുള്ള കാര്യമല്ല. ഓ. അത് ഫൈറ്റ് മാസ്റ്റർ കലയെ വന്ന് പറയണ വന്ന് രാവിലെ തന്നെ വാക്കിളിച്ച് വിടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. നമ്മളത് പെട്ടെന്ന് അത് സിലിക്കോൺ വാക്സിലൊക്കെ ചെയ്യുന്നതാണ്. ആ. അതൊന്നും ഒരു പ്ലാനിങ്ങിലുള്ള കാര്യമല്ല. ആ. അത് ഓ, അത് പലപ്പോഴും സ്പോട്ടിൽ വന്നതാണെന്ന് അതെ അതെ വിശ്വസിക്കാൻ പെട്ടെന്ന് പറ്റുന്നില്ല. മുഖ്യ ആൾക്കാരും കണ്ടത് സി ജി ആണെന്നൊക്കെ ചോദിച്ചു. ഒരിക്കലും സി ജി ഞാനും അല്ല. സി ജി എന്ന് അല്ലല്ല, വിചാരിച്ചു. അത് മേക്കിംഗ് വീഡിയോ ഫോട്ടോക്കെ തന്നെ ഉണ്ട്. ആ. കാരണം അതപ്പം തന്നെ നമ്മൾ ചെയ്തതാണ്. ഞാനത് സി ജി ഐ ആണെന്ന് അല്ല, സി ജി അല്ല, അത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മളത് രാവിലെ ഡിസൈൻ ചെയ്തതാണ്. അത് ഉം. രാവിലെ വന്നിട്ടാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. ഇത് ചെയ്ത് ഈ വരുമ്പോഴത്തേക്കും ഇംപ്രവൈസേഷൻ സ്പോട്ടിലൊക്കെ എങ്ങനെ വരുമല്ലേ അതെ അതൊക്കെ? അത് അതിന് മുമ്പേ നമ്മൾ അതിനേക്കാളും വലിയ സാധനങ്ങൾ കൊടുത്ത് അവർ ഓക്കെ ആക്കി. കാരണം അവർ പിന്നെ അവരുടെ ഒരു മനസ്സിലുണ്ടായി നമ്മൾ എന്ത് ചെയ്താലും ഓക്കെ ആണെന്നുള്ളത്. ഉം. അപ്പോഴാണ് രാവിലെ വിളിച്ചിട്ട് പറയുന്നത് അത് അങ്ങനെ സംഭവം ഉണ്ട്, നമുക്ക് ഉം. പെട്ടെന്ന് ചെയ്യാൻ അതും ഓക്കെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യുന്നതാണ്. ഉം. അതൊരു ഡിസൈനിങ്ങിൽ വരുന്നതോ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നുമല്ല, ഉം. പെട്ടെന്ന് ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ. സ്പോട്ടിൽ ഓരോ അതെ ഇംപ്രവൈസേഷൻ അതെ വരുമ്പോൾ നമ്മളത് അപ്പം തന്നെ അതെ അതെ അത് ചെയ്യണം ചെയ്യാണ്. എന്നുള്ളതാണ് അല്ലേ? ഓക്കെ. അതത്ര എല്ലാവരും നമ്മൾ ടീം റെഡി ആയിരുന്നു. ഇങ്ങനെ എൻ്റെ കൂടെ അസിസ്റ്റൻസ് എല്ലാം ഇങ്ങനെ പട്ടാളക്കാർ നിൽക്കുമ്പോൾ നിൽക്കുക, മറ്റേ പമ്പുള്ള ബ്ലഡ് ട്യൂബ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ. ഏകദേശം എത്ര ദിവസം ഉണ്ടാവും ഷൂട്ട്? മാർക്കോടെയോ? ആ. മാർക്ക് ഓൾമോസ്റ്റ് ഒരു 110 ദിവസം ഉണ്ടായിരുന്നു. ഓ, 3 അത്രയും ദിവസം ഷെഡ്യൂളാണ്. നമ്മൾ ഇത് തന്നെ കണ്ടോണ്ടിരിക്കണം അല്ലേ? പക്ഷേ 3 ഷെഡ്യൂളാണ്. ആ. ഷെഡ്യൂളാണ്. പക്ഷേ 110 ദിവസം കണ്ടിന്യൂസ് ഷൂട്ടായിരുന്നു. ഓക്കെ. ക്ലൈമാക്സ് സീൻ എടുത്തത് തന്നെ 25 ദിവസമാണ് ലാസ്റ്റ്. അത് അവിടെ കുറെ അതെ അധികം അതെ കുറേ അധികം കാര്യങ്ങളുണ്ടായി. അതെ ചെയ്യാനുണ്ടായിരുന്നു. അതെ എനിക്ക് തോന്നുന്നു നിങ്ങളായിരിക്കും ഏറ്റവും ആദ്യം സെറ്റിൽ എത്തുന്നതും ഏറ്റവും അവസാനം പോകുന്നതും. ശരിയാണ്. അത് അല്ലേ? സിനിമ തുടങ്ങും മുമ്പേ ഞാൻ ഉണ്ട്. കാരണം നമ്മൾ വർക്ക്ഷോപ്പ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ആ. നേരത്തെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങണമല്ലോ. ആ. പിന്നെ സിനിമ രാവിലെ തന്നെ ഞങ്ങൾ പോയിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അതുപോലെ തന്നെ ഇതെല്ലാം റിമൂവ് ചെയ്യണം. ഇപ്പോൾ മേക്കപ്പ് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പോകുന്ന ആൾക്കാർ പോകും. പക്ഷേ മേക്കപ്പ് ആർട്ടിസ്റ്റിന് എപ്പോൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ. ഉം. ഇതെല്ലാം ഒട്ടിച്ചിരിക്കുന്ന കാര്യങ്ങൾ ബ്ലഡ് എല്ലാം ക്ലീൻ ചെയ്ത് അസിസ്റ്റൻസ് എല്ലാം ഇതെല്ലാം എടുത്ത് വെച്ച് പോകുമ്പോഴത്തേക്ക് ടൈം ആവും. ഓക്കെ. ഈ മേക്കപ്പ് റിമൂവൽ എന്നുള്ളൊരു സംഭവം ഇതുപോലെ ഇടുന്നത് പോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന പോലെ അതെ തന്നെയാണല്ലോ ഈ അതെ റിമൂവൽ അതെ എന്നുള്ളൊരു പ്രോസസ്സ്. അതെങ്ങനെയാ ചെയ്യുന്നത്? ശരിക്കും അതിൻ്റെ റിമൂവിൻ്റെ ലിക്വിഡ്സ് ഉണ്ട്, അതിൻ്റെ ക്രീംസ് ഉണ്ട്, ലിക്വിഡ്സ് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഇട്ടത് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് നമ്മളൊരു സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സാധനം ഒരിക്കലും സൈഡ് എഫക്റ്റ് വരാൻ പാടില്ല. അപ്പോൾ അതെ. അത് നമ്മൾ ഭയങ്കര സെൻസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റേതായ പ്രോഡക്റ്റിന് റിമൂവ് ചെയ്യേണ്ട ഗം റിമൂവർ ഉണ്ട്, ഈ പ്രോസറ്റിംഗ് മേക്കപ്പ് റിമൂവ് ചെയ്യേണ്ട ലിക്വിഡ്സ് ഉണ്ട്, എല്ലാം അതിനുള്ള സെപ്പറേറ്റ് ലിക്വിഡ് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടാണ്. ആർട്ടിസ്റ്റിന് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല ഇതുവരെ. അപ്പോൾ അതനുസരിച്ച് നല്ല ക്ലിയർ ചെയ്താണ് തിരിച്ച് അവർ വിടുന്നത്. അതുകൊണ്ട് ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. ഇതിപ്പോ അലർജിക് ആണോ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണോ തീർച്ചയായിട്ടും ചെയ്യുന്നത്? നോക്കാറുണ്ട്. കാരണം കാരണം ഭയങ്കര പലരുടെ സ്കിന്ന് അതെ 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 അത് പലതുപോലായിരിക്കും. ഭയങ്കര ഒരു സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ആ. പക്ഷെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതെല്ലാം സർവ്യൂരിയുടെ സാധനങ്ങളാണ്. അപ്പോൾ ആ. അതൊന്നും ഇതുവരെ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഓക്കെ. ആദ്യമേ ഒരാൾ വരുമ്പോൾ ചോദിക്കും അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് പേഴ്സണലി ഉണ്ടോ, ആ. അങ്ങനെ എന്തെങ്കിലും സെൻസിറ്റീവ് പ്രോബ്ലം ഉണ്ടോ? അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടേ നമ്മൾ ഇതെല്ലാം അപ്ലൈ ചെയ്യാറുള്ളൂ. ഓക്കെ. സേഫ്റ്റി ഫസ്റ്റ് നമ്മൾ നോക്കാറുണ്ട്. ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ കയ്യിൽ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രോസറ്റിക്കൽ സ്പെഷ്യൽ ഗമ്മോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആദ്യം കയ്യിലൊക്കെ ജസ്റ്റ് നോക്കും. ഒരു പാച്ച് ഇട്ട് പാച്ചിട്ട് നോക്കിയിട്ട്. നോക്കി അത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോബ്ലം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് വേറെ സ്റ്റിക്കർ, ഈ ഗമ്മിന് പകരം ഡബിൾ സൈഡ് സ്റ്റിക്കറൊക്കെ ഉണ്ട്, സ്കിന്നിൽ പ്രോബ്ലം ഇല്ലാത്ത സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പം അങ്ങനെ അത് വെച്ച് യൂസ് ചെയ്യാറുണ്ട്. അവരെ ശരിക്കും ആർട്ടിസ്റ്റിനെ കംഫർട്ട് നമ്മൾ നോക്കണം. കാരണം അവർ ഫേസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, ഇത് കഴിഞ്ഞാലും അതെ പിന്നെ അതെ അവരുടെ അതെ ടൂൾ എന്ന് പറയുന്നത് അതെ അത് ബോഡിയാണല്ലോ. മാക്സിമം നമ്മൾ ഇതുവരെ ദൈവം ഭാഗ്യത്തിൽ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ സുഖമായിട്ട് തന്നെ അതെ പോകുന്നു. അതെ ഓക്കെ. ഇനി ഏതൊക്കെ സിനിമകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രേംപാറ്റ എന്നുള്ള മൂവി, ഓക്കെ. ആയിഷ ED ഒക്കെ ഡയറക്റ്റ് ചെയ്ത അമീർ സാറിൻ്റെ പ്രേംപാറ്റ എന്നുള്ള മൂവി കോഴിക്കോട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജോമോൻ ജ്യോതിറാണ് നായകൻ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്ന സന്തോഷ് ട്രോഫിയാണ്. നമ്മുടെ ബിബിൻ ചേട്ടൻ്റെ, ബിബിൻ ദാസ് ഗുരുവായൂരമ്പലയുടെ അവരുടെ വർക്കാണ് തുടങ്ങുന്നത്. ഓക്കെ. അപ്പൊ തിരക്കിലാണ്. ഇനി ഏതെങ്കിലും ഇറങ്ങാനുണ്ടോ ഇപ്പൊ അടുത്ത്? ഇനിയിപ്പോൾ ഞാൻ ചെയ്ത വർക്ക് വാഴ 2 വരെ തന്നെയായിരുന്നു. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നു. കാരണം കുറച്ച് പുറത്ത് 1-2 കാര്യങ്ങളൊക്കെ പേഴ്സണൽ കാര്യങ്ങൾ പോയപ്പോൾ കുറച്ച് ഗ്യാപ്പായി. അപ്പോൾ വാഴ 2 ആണ് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇറങ്ങാനുള്ളത് ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ പ്രേംപാറ്റ മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ മേക്കപ്പ് ചെയ്യുന്ന സമയത്തെ നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ, അതായത് നമുക്ക് ഈ ഒരാളെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ ഒരു ബേസിന് തുടങ്ങി വരുവാണ്. അപ്പൊ വലിയ ആർട്ടിസ്റ്റുകളെയൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ബാക്കി വെച്ച് ഏതെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ? ഉണ്ട്, ആഗ്രഹമൊക്കെ ഒത്തിരി ഉണ്ട്. കാരണം സിനിമ എന്നുള്ള ഫാഷനിലാണല്ലോ എത്തിയത്.
അപ്പോൾ ലാൽ സാറിൻ്റെ കൂടെയും മമ്മൂക്ക സാറിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് ചെയ്യേണ്ട ഒരു ഭാഗ്യം ദൈവത്തിൽ. ഇപ്പം ലാൽ സാറിൻ്റെ ഇൻഡിപെൻഡൻറ്റ് പടം ഞാൻ ചെയ്തിട്ടില്ല. മോഹൻലാൽ സാറിൻ്റെ ഇതും പടം അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഉം. ഇപ്പോൾ ലാൽ സാറിന് മേക്കപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, മമ്മൂട്ടി സാറിന് മേക്കപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇതൊക്കെ ആഗ്രഹമുണ്ട്. അതൊക്കെ പക്ഷേ നടക്കൂലേ? നടക്കണം. പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ഇപ്പോൾ വിജയായിരുന്നാലും സൂര്യ സാറായിരുന്നാലും ഇവരൊക്കെ അജിത് സാറിനോട് ഞാൻ പേഴ്സണൽ മേക്കപ്പിനായിട്ട് നിന്നിട്ടുണ്ട്. അജിത്ത്. അപ്പോൾ തലേജിത്ത്. തലേശനെ കൊണ്ട് നിന്ന് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യേണ്ട ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബാലച്ചേട്ടനോട് നിൽക്കുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ആഗ്രഹങ്ങളുള്ള ആർട്ടിസ്റ്റ് ഉണ്ട്. പക്ഷെ അത് വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അല്ല ഇപ്പൊ നമ്മള് വാഴ 2 വരെ എത്തി നിന്നില്ലേ? അതെ അതെ അതെ, അപ്പൊ ഇനി ബാക്കി പുറകെ പുറകെ തീർച്ചയായും നടക്കും. തീർച്ചയായും വരും വരും എന്നുള്ള ഒരാഗ്രഹമുണ്ട്. ഓക്കെ. എന്തായാലും കണ്ടതിൽ വളരെയധികം സന്തോഷം. ഓ ഇതുപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റട്ടെ. താങ്ക് യു എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു താങ്ക് യു താങ്ക് യു.